നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. SNDP കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരു മന്ദിര സമർപ്പണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ കായിക ദിനത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി CBSE സ്കൂൾ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർ നഗരസഭ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. വാർത്തകൾ വിശദമായി. SNDP കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരുമന്ദിര സമർപ്പണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിക്കും. മാഞ്ഞാലി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ ഗുരുമന്ദിര സമർപ്പണം നിർവഹിക്കും. സംഘാടക സമിതി അധ്യക്ഷൻ KR ദിനേശൻ, ജനറൽ കൺവീനർ പ്രഭാകരൻ മുണ്ടക്കൽ, SNDP യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് K ദിനേശൻ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP യോഗം യൂണിയന്റെ ആസ്ഥാന മന്ദിരവും ഗുരുക്ഷേത്രവും പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന യൂണിയൻ ഓഫീസിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 31 10 മണിക്ക് SNDP യോഗം സമാദരണീയായ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുന്നതാണ്. ഗുരുമന്ദിരത്തിൻ്റെ സമർപ്പണം ശ്രീനാരായണ ഗുരുദേവ മെഡിക്കൽ കോളേജിൻ്റെ പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാറാണ് ഗുരുമന്ദിരത്തിന്റെ സമർപ്പണം നടത്തുന്നത്. ദേശീയ കായിക ദിനത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി CBSE സ്കൂൾ. സ്കൂളിൽ രാവിലെ നടന്ന സ്പോർട്സ് ക്ലബിന്റെ അസംബ്ലിക്ക് ശേഷം പേരാമ്പ്ര സെന്റ് ആന്റണീസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ഷാജു പീറ്റർ ഫ്ലാഗ് ഓഫ് നൽകി മാരത്തോൺ ആരംഭിച്ചു. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ അമൽ സന്ദേശം നൽകി. ലിയോബ ഭവന്റെ സീനിയർ സിസ്റ്റേഴ്സായ സിസ്റ്റർ റെജീന, സിസ്റ്റർ കൃപ എന്നിവർ സന്നിഹിതരായിരുന്നു. സർവീസ് റോഡിലൂടെ കൊടകര ജംഗ്ഷനിലേക്ക് നടത്തിയ മാരത്തണിൽ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കായികാധ്യാപകന്റെ നേതൃത്വത്തിലാണ് ദേശീയ കായിക ദിന പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. മാരത്തൺ കൊടകരയിൽ എത്തിയതിനു ശേഷം ചേർന്ന യോഗത്തിൽ മികച്ച ഹാൻഡ്ബോൾ കളിക്കാരനും വേൾഡ് കപ്പ് ഇന്ത്യൻ ടീം അംഗം കൂടിയായിരുന്ന ജെനിൽ ജോൺ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുഖ്യാതിഥിയായി സംസാരിച്ചു. കൊടകര ഫൊറോന ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ പ്രസംഗം, ഡാൻസ്, ടാബ്ലോ തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെയിൻ മാത്യു, കായികാധ്യാപകൻ അസറുദ്ദീൻ TS, സ്കൂൾ ലീഡർ കുമാരി അന്ന റോസ് ജിജോ എന്നിവർ സംസാരിച്ചു. ഈ കായിക ദിനത്തിൽ ഇപ്പം നമ്മളിന്ന് പറഞ്ഞല്ലോ, ഇന്ന് വിവിധ അവാർഡുകൾ വാങ്ങിയ ഫെയിമായിട്ടുള്ള ആളുകളെയൊക്കെ ആദരിക്കുന്ന ദിവസമാണ് കായിക ദിനത്തിൽ. അതുപോലെ ഫെയിമായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ വേദിയിലിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അല്ലേ, അദ്ദേഹത്തെ പരിചയപ്പെടുക. ഞാൻ കൂടുതൽ നേരം സംസാരിക്കുന്നില്ല. സന്തോഷപൂർവ്വം നിങ്ങൾക്ക് കായിക ദിന ആശംസ, ദേശീയ കായിക ദിനാശംസകൾ നേരുന്നു. ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ നമ്മുടെ കുറേ കായിക താരങ്ങൾ അവിടെ പോയി പങ്കെടുത്തു. കുറേ പേർക്ക് മെഡലുകൾ കിട്ടി. ചിലവര് വെറും 100 ഗ്രാമിന്റെ പേരിൽ വരെ നിരാശപ്പെടേണ്ടതായിട്ടും വന്നു. നിങ്ങൾ കേട്ടിരുന്നോ? അതെല്ലാം നിങ്ങൾ കണ്ടിരുന്നോ കളികള്? മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, വൈകിട്ട് 5:30 പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, നൊവേന, പ്രദക്ഷിണം, ആകാശവിസ്മയം എന്നിവയുണ്ടാകും. ഞായർ രാവിലെ 5:30 6:30 വിശുദ്ധ കുർബാന, 10 ആഘോഷമായ തിരുനാൾ കുർബാന, പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും.
പള്ളി വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, ജനറൽ കൺവീനർ ജോഷി മഞ്ഞളി, കൈക്കാരൻ ആൻഡ്രു ആട്ടോക്കാരൻ, ജോമോൻ മലേക്കുടിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ ഈ വർഷം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ 102ാമത് രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ്. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചകളിൽ എല്ലാ വർഷവും ഇപ്പോൾ വിശുദ്ധൻ്റെ വണക്കവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഊട്ടുനേർച്ച നടത്താറുണ്ട്. അതുപ്രകാരം ഇത്തവണ വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ ഭാസ്കരൻ രക്തസാക്ഷി ദിനാചരണം നടത്തി. പഴമ്പിള്ളിയിൽ നടന്ന ദിനാചരണം CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPIM കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV നൈജോ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KC ജെയിംസ്, അൻവർ സാദിഖ്, സുനിൽ K ബാലൻ, AK ജോയി, NT ജിഷ, ദിവ്യ ഷാജു എന്നിവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങുമായി കൊടകര വഴിയമ്പലത്തെ പ്രതീക്ഷാ കൂട്ടായ്മ. പാഴ് വസ്തുക്കൾ ശേഖരിച്ചും മറ്റും സംഘടിപ്പിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കൊടകര പഞ്ചായത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുക ഏറ്റുവാങ്ങി. പ്രതീക്ഷാ കൂട്ടായ്മ സെക്രട്ടറി ലജീഷ്, പ്രസിഡന്റ് ബാദു, അംഗങ്ങളായ TN ബിജു, VG ജിനേഷ് എന്നിവർ ചേർന്നാണ് 10,001 രൂപ കൈമാറിയത്. പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പ്രതീക്ഷ പുരുഷ സ്വയം സഹായക സംഘം 10,001 രൂപ കളക്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നിരിക്കുകയാണ്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് വേണ്ടിയിട്ട്, ദുരന്തത്തിൽ ആശ്രയമില്ലാതായി തീർന്നവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി നിരവധിയായ സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന് തുക കൈമാറിയിട്ടുള്ളത്. അത് ഞങ്ങൾ ഓഫീസിൽ നിന്ന് വിവിധ ബാങ്കുകൾ വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ച് അവർക്ക് റെസിപ്റ്റ് നൽകുകയാണ് പതിവ്. ദേശീയപാതയിൽ ചിറങ്ങര പെരുമ്പിയിൽ പ്രവർത്തിക്കുന്ന ബെത്ലഹേം ആർട്ട് സെന്റർ തല്ലി തകർത്തു. തകർത്തയാളെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശി കാച്ചപ്പള്ളി വിൻസെന്റ് എന്നയാളുടെ സ്ഥാപനമാണിത്. ഷട്ടറിന്റെ പൂട്ട് തല്ലി തകർക്കുകയും വലിയ ഗ്ലാസ് തകർത്ത ശേഷം രൂപങ്ങളും മറ്റും മറിച്ചിട്ട നിലയിലായിരുന്നു. മേശയിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം നടക്കുന്നത്. പരിസരവാസികൾ സംഭവം കണ്ടതിനെ തുടർന്ന് കൊരട്ടി പോലീസ് എത്തിയാണ് തല്ലി തകർത്തയാളെ കസ്റ്റഡിയിൽ എടുത്തത്. സംഭവം നടത്തിയയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുമെന്നും കൊരട്ടി പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ 6:30-ക്കും 6:45-ഇടയ്ക്ക് ഒരു വ്യക്തി ആളെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട്. ആളെ ഷട്ടർ കല്ലുമുട്ടി ഇടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് ആളകത്ത് കയറിയിട്ടുണ്ട്. കുറേ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അകത്തും. പോലീസ് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവരെന്താ ചെയ്യണമെന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലേക്ക്. വേറെ എൻ്റെ നാശനഷ്ടങ്ങൾ കൂടുതലുള്ളത്. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിന്റെ സ്കൂൾ കലോത്സവം അരങ്ങ് 2024 സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് PV അധ്യക്ഷത വഹിച്ചു. മിമിക്രി താരം കലാഭവൻ ജയൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു AM, പ്രധാനാധ്യാപിക സംഗീത PS, M അശ്വതി, EM ബിന്ദു, ദുർഗ S എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. എന്തായാലും ഞാൻ ദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല. വേദിയിലുള്ള എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യം തന്നെ പറയാനുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവും. അവിടെ 3 പ്രാവശ്യം ഇപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ എന്താണ് 9:30-ക്ക് ഇവിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി ബാലസംഘം മാനാട്ടുകുന്ന് യൂണിറ്റിലെ കുട്ടികൾ വീടുകളിൽ നിന്നും ശേഖരിച്ച ന്യൂസ് പേപ്പറുകൾ വിറ്റുകിട്ടിയ സംഖ്യ 2000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ വാർഡംഗം KB സുനിലിനാണ് കൈമാറിയത്. ചാലക്കുടി നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി.
തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുവാൻ ഷെൽട്ടർ ഉണ്ടാക്കുമെന്ന തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഷെൽട്ടർ ഉണ്ടാക്കുവാനെന്നതിൻ്റെ പേരിലാണ് വളർത്തുനായകൾക്ക് ലൈസൻസ് ഫീയായി നഗരസഭ വാങ്ങിയിരുന്നതെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ദിവസം തോറും തെരുവുനായ്ക്കളുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും പ്രശ്നപരിഹാരത്തിനായി പറഞ്ഞിരുന്ന ഷെൽട്ടറുകൾ നിർമ്മിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. സമരം പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ബിജി സദാനന്ദൻ, KS സുനോജ്, ബിന്ദു ശശികുമാർ, ഷൈജ സുനിൽ, ലില്ലി ജോസ്, TD എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നാല് വർഷമായി ഈ ഭരണസമിതി ആരംഭിച്ചിട്ട്. ഈ 4 വർഷമായിട്ട് മുഴുവൻ കൗൺസിലേഴ്സും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തെരുവുനായകൾക്ക് ഷെൽട്ടർ പണിയുക. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എനിക്ക് മുന്നേ സംസാരിച്ച മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് മറ്റുള്ള ഫണ്ട് കണ്ടെത്തണം. അതിന് നമ്മുടെ വളർത്തുനായ്ക്കളുടെ ലൈസൻസ് ഫീ സാധാരണ എല്ലാ സ്ഥലത്തും 50 രൂപ അല്ലെങ്കിൽ മാക്സിമം 100 രൂപയായിരുന്നു. 1000-ൽ പരം രൂപ മേടിച്ചുകൊണ്ടാണ് തെരുവുനായ്ക്കൾക്കുള്ള ഫീസ് വളർത്തുനായ്ക്കൾക്കുള്ള ഫീസ് പിരിച്ചത്. ആ ഫണ്ട് തെരുവുനായ്ക്കളെ സംരക്ഷിക്കാനും അവർക്ക് ഷെൽട്ടർ പണിയാനുള്ള ഫണ്ടായിട്ട് കണക്കാക്കിയാണുള്ള പിരിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരു മന്ദിര സമർപ്പണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ കായിക ദിനത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി CBSE സ്കൂൾ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർ നഗരസഭ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.